ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴ നെടുമുടി വൈശം ഭാഗത്ത് ഹോം സ്റ്റേയിൽ 45-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അയനാസ് എന്ന ഹോം സ്റ്റേയിലെ ജീവനക്കാരി അസം സ്വദേശിനി ഹസീറ കൗമുദിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. രാവിലെ മുതൽ ഹസീറയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഹോം സ്റ്റേക്ക് പിന്നിൽ ഹസീറ താമസിക്കുന്ന ഷെഡിന് സമീപത്തെ വാട്ടർ ടാങ്കിനടുത്ത് മൃതദേഹം കണ്ടത്. കഴുത്തിൽ പർദ്ദയുടെ ഷാൾ മുറുകിയ നിലയിലായിരുന്നു മൃതദേഹം. ഇരു കാതുകളിലെയും കമ്മൽ കാണാനില്ല. ഒരു കാതിലെ കമ്മൽ പറിച്ചെടുത്ത നിലയിലാണ് കാണപ്പെട്ടത്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 4 മാസമായി ഹോം സ്റ്റേയിൽ ജോലി ചെയ്തു വരികയാണ് ഹസീറ. എല്ലാവർക്കും ഇവരെപ്പറ്റി നല്ല അഭിപ്രായമായിരുന്നുവെന്ന് ഹോം സ്റ്റേ ഉടമ വേണുഗോപാലൻ നായർ. ഒരു 3-4 മാസമായിട്ട് ഇവിടെ ജോലി ചെയ്യുക, കുഴപ്പമൊന്നുമില്ല, നല്ല സ്ത്രീയായിരുന്നു, യാതൊരു വിധമായ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഞങ്ങളുടെ ടാങ്കിയിരിക്കുന്ന അവിടെ അങ്ങോട്ടേന്ന് അതിൻ്റെ പുറകെ നോക്കിയപ്പം കിടപ്പുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഓടി അവിടെ ചെന്നപ്പം ഇവർ മരിച്ചു കിടക്കുന്ന കണ്ടു. ഇന്നലെ രാത്രി 11 മണിക്കാണ് ഹസീറയെ അവസാനമായി കണ്ടത്. ഭക്ഷണം കഴിച്ച ശേഷം താമസിക്കുന്ന മുറിയിലേക്ക് പോയതായിരുന്നുവെന്ന് ഹോം സ്റ്റേ ഉടമയുടെ മരുമകൾ. രാവിലെ അവർക്ക് നോയമ്പാണ് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ രാവിലെ കഴിക്കാനുള്ള കറി ഇച്ചിരി അത് എടുത്ത് ഞാനിത് രാവിലത്തേക്ക് എടുക്കുമെന്നും പറഞ്ഞു, ശരിയെന്നും പറഞ്ഞു. അല്ലാതെ ഒരു കാര്യം പറഞ്ഞില്ല. അവരെന്നെ എണീറ്റ് വന്ന് അവർ ബാക്കിയുള്ള ഫുഡും എല്ലാം വെച്ച് പാത്രമൊക്കെ കഴുകിയിട്ട് അവർ പോയത്. മൃതദേഹത്തിനടുത്ത് യാത്രയ്ക്ക് പോകുന്ന തരത്തിൽ പാക്ക് ചെയ്ത ബാഗും ഒരു ചാക്കും കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണ പർദ്ദ ധരിക്കാത്ത ഹസീറ പർദ്ദ ധരിച്ച് കാണപ്പെട്ടതിനാൽ യാത്രക്കിറങ്ങിയതാണെന്ന സംശയമുണ്ട്. ഇന്നലെ ശമ്പളം നൽകിയപ്പോൾ യാത്ര പോകുന്ന വിവരം ഉടമസ്ഥരെ അറിയിച്ചിരുന്നില്ല. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ തന്നെ നേരിട്ട് സ്ഥലത്തെത്തിയായിരുന്നു അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. ഭർത്താവ്, മകൻ എന്ന് പരിചയപ്പെടുത്തി 2 പേർ ഹസീറയെ കാണാൻ വരാറുണ്ട്. ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴത്തെ അന്വേഷണം. പമ്പയാറിനും നെൽവയലുകൾക്കും ഇടയിൽ അധികം ആൾപ്പാർപ്പില്ലാത്ത ഒറ്റപ്പെട്ടൊരു പ്രദേശത്താണ് ഹോം സ്റ്റേ. ഇന്നലെ രാത്രിയിൽ എന്താണ് അവിടെ നടന്നതെന്ന് ഹോം സ്റ്റേയിൽ ഉണ്ടായിരുന്നവർക്കോ പുറത്തുള്ളവർക്കോ ഒരു വിവരവുമില്ല. പ്രദേശത്ത് CCTV ക്യാമറകൾ ഇല്ലാത്തതും പോലീസിനെ വലയ്ക്കുന്നുണ്ട്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തുന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എങ്കിൽ എന്താണ് ഇന്നലെ രാത്രിയിൽ അവിടെ നടന്നത്? കൊലപാതകമാണെങ്കിൽ ആരൊക്കെയാണ് യഥാർത്ഥ പ്രതികൾ? MD അധീഷിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ.